ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതുന്ന +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്രിസ്മസ് എക്സാമിനേഷന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 20-25% ക്വസ്റ്റ്യൻസ് ചോദിക്കാനേ സാധ്യതയുള്ളൂ. 75% to 80% ക്വസ്റ്റ്യൻസും സെക്കൻഡ് ടേം പോർഷനിൽ നിന്ന് ചോദിക്കാനാണ് സാധ്യത. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മുതൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാകാൻ സാധ്യത. സോ തീർച്ചയായും ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നിങ്ങൾക്കറിയാം. 60 മാർക്കിനാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. 4 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. 6 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവതരിപ്പിക്കുകയാണ്. സെക്കൻഡ് ടെർമിനൽ മോഡൽ എക്സാം +2 മാത്തമാറ്റിക്സ്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8. ഈച്ച് ക്യാരീസ് 3 scores. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻഡ് ബൈ f of x equal to 3 minus 4x ഈസ് ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആണ് 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. 1 എന്ന് പ്രൂവ് ചെയ്യാൻ അസംഷൻ ലെറ്റ് f of x equal to f of y എന്നെടുക്കാം. ചിലപ്പോൾ f of x1 equal to f of x2 എന്നെടുത്താലും ഓക്കെയാണ്. ചില സ്കൂളുകളിൽ അങ്ങനെയായിരിക്കും പഠിപ്പിച്ചത്. സോ ഹിയർ ലെറ്റ് f of x equal to f of y. f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 minus 4x equal to, അപ്പോൾ f of y എന്തായിരിക്കും? 3 minus 4y. രണ്ട് സൈഡും 3 ക്യാൻസൽ ചെയ്താൽ -4x equal to -4y. -4 ക്യാൻസൽ ചെയ്താൽ x equal to y. Every element has distinct image എന്ന് പ്രൂവ് ചെയ്തു. Therefore f of x is 1. അടുത്ത 1 എന്ന് പ്രൂവ് ചെയ്യാൻ ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് റിയൽ നമ്പർ ടു റിയൽ നമ്പർ, രണ്ടാമത്തെ സെറ്റിലെ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. അത് y എന്നിരിക്കട്ടെ. ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് സച്ച് ദാറ്റ് f of x equal to y എന്ന് അസ്യൂം ചെയ്യുക. f of x എന്തായിരുന്നു? 3 minus 4x equal to y. -4x equal to y minus 3. x is equal to y minus 3 by എന്താണ്? -4. y എന്ന് പറയുന്ന റിയൽ നമ്പർ. ഈ yക്ക് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്തുകൂടെ സിംപ്ലിഫൈ ചെയ്താലും കിട്ടുന്ന x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ. രണ്ടാമത്തെ സെറ്റിലെ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് എടുത്തിട്ട് അതിന്റെ പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 എന്നായി. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ക്ലിയർലി f of x is എന്തെന്ന് എഴുതാം? 1. Since f of x is both 1 and 1, it is bijective. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം അത് ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം, എന്നിട്ട് ഇൻവേഴ്സ് എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ ആൻസർ എക്സ്. പക്ഷേ എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -90, +90 അതിനിടയ്ക്കായിരിക്കണം. ഇത് ആ ഇന്റർവലിനകത്തുള്ള വാല്യൂ അല്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ π മൈനസ് ഈ അകത്തിരിക്കുന്നത് ചെയ്താൽ മതി. π - 2π/3. π - 2π/3 എന്ന് പറഞ്ഞാൽ 3π - 2π ദാറ്റ് ഈസ് π/3 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പോലെ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തും ആൻസറിലേക്ക് എത്താം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ π മൈനസ് ദിസ് വാല്യൂ കാണുമ്പോൾ റിക്വയർഡ് ആൻസർ നമുക്ക് കിട്ടും. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. കാൽക്കുലേറ്ററിന്റെ സഹായത്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യനും മേളിൽ പറഞ്ഞ ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കും. ഇവിടെ ആദ്യം സൈൻ ഇൻവേഴ്സ് 1/2 കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ 30 × 2 എന്താണ്? 60. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2 cos 60 എന്ന് കിട്ടും. cos 60യുടെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 1/2. 2 ക്യാൻസൽ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 1. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ആൻസർ 45 ഡിഗ്രി. റേഡിയൻ മെഷറിൽ എന്തെഴുതാം? π/4. സോ കാൽക്കുലേറ്റർ കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനും ഇതുപോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. Question number 3.
if A equal to matrix 3 minus 2 4 minus 2 and I equal to 1 0 0 1, find K if A square equal to KA minus 2I. First of all, we have to find എന്താണ് S square. S square എന്ന് പറഞ്ഞാൽ എന്താണ് A into A. A എന്ന മെട്രിക്സ് രണ്ട് പ്രാവശ്യം എഴുതുക, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം. ഫസ്റ്റ് റോ യൂസ് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് കോളം 3 into 3 9 minus 2 into 4 minus 8. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഓപ്പറേറ്റ് ചെയ്യുക. 3 into minus 2 minus 6 minus 2 into minus 2 plus 4. Similarly, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും 4 into 3 12 minus 2 into 4 minus 8. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 1 minus 2 4 minus 4 എന്ന് കിട്ടും. ഇനി ഗിവൺ കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്? എസ് സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i. ഈ മൈനസ് 2i ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2i ഈക്വൽ ടു കെ എ. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടെത്തി വെച്ചു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് 2i. i എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1001. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2002 ഈക്വൽ ടു കെ എ. എ എന്ന മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3k മൈനസ് 2k 4k മൈനസ് 2k. ലെഫ്റ്റ് സൈഡിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 1 ഉം 2 ആഡ് ചെയ്താൽ 3 മൈനസ് 2 0 മൈനസ് 2 4 ഉം 0 ഉം 4 മൈനസ് 4 ഉം 2 ആഡ് ചെയ്താൽ മൈനസ് 2 ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് അതുപോലെ എഴുതുക. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. സോ 3k ഈക്വൽ ടു 3. അപ്പൊ k ഈക്വൽ ടു എന്ത് കിട്ടും? 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Solve the system of equations using matrix method. 2x plus 5y equal to 1 and 3x plus 2y equal to 7. Given equations can be written in the matrix form എന്താണ്? Ax equal to b, where a എന്ന് പറയുന്നത് coefficient matrix. അപ്പോൾ ഇവിടുത്തെ എക്സിന്റെ വൈയും കോഎഫിഷ്യന്റ് ആദ്യത്തെ ഇക്വേഷനിൽ 2 5, രണ്ടാമത്തേൽ 3 2. അപ്പോൾ എന്ത് എഴുതണം? മെട്രിക്സ് 2 5 3 2. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ അൺനോൺസ്, കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. എക്സ് വൈ. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ്. റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻസ് എന്തൊക്കെയായിരുന്നു? 1 ഉം 7 ഉം. അത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക 1 7. എന്നിട്ട് നിങ്ങൾ കാണേണ്ടത് ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് അറിയാലോ, 2 into 2 4 മൈനസ് 3 into 5 15. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 11 which is not equal to 0. Therefore the system have only one solution. എന്ന് പറഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് എന്നും പറയാം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, അതർവൈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് എ. ഷോർട്ട് കട്ട് മെത്തേഡ്. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തില്ല. ആക്ച്വലി ഇവ തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ ഇവയുടെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് എഴുതുക. 5 ഉം 3 ഉം. അപ്പൊ എങ്ങനെ എഴുതണം? -5 -3. ഷോർട്ട് കട്ടാണ്. അല്ലാതെയും കോഫാക്ടേഴ്സ് കണ്ട് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ അഡ്ജോയിന്റ് കിട്ടും. അങ്ങനെയും ചെയ്യാം. നൗ എ ഇൻവേഴ്സ് കാണുക. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല എന്താണ്? അഡ്ജ് എ ബൈ എന്താണ്? ഡിറ്റർമിനന്റ് എ. സോ 1 ബൈ ഡിറ്റർമിനന്റ് എ എന്താണ്? -11. ദെൻ അഡ്ജ് എ അതുപോലെ എഴുതുക. ഇനി ക്യാപിറ്റൽ എക്സ് കാണുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി, അത് എഴുതുക. ഇൻറ്റു ബി കോൺസ്റ്റന്റ് മെട്രിക്സ് എഴുതി. ഇനി 1 ബൈ -11 അതുപോലെ ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും 2 into 1 2 -5 into 7 -35. അതുപോലെ സെക്കൻഡ് റോയും ഈ കോളും -3 into 1 -3 2 into 7 14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ -33 വരും ബൈ -11 ദാറ്റ് ഈസ് +3. ഇവിടെ +11 ബൈ -11 ദാറ്റ് ഈസ് -1. അതായത് x ഈക്വൽ ടു +3 y ഈക്വൽ ടു എന്ത് കിട്ടും? -1, which is the solution of the given linear equations. Next question number 5. Integrals എന്ന ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് ആരുണ്ട്? ടാൻ ഇൻവേഴ്സ് എക്സ്. അവന്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ട്. ആരുടെ ഡെറിവേറ്റീവ് ആണോ പുറത്തുള്ളത് ആ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അകത്തിരിക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അകത്തിരിക്കുന്നത് ആരായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. അത് യു എന്ന് കൊടുക്കുക. രണ്ട് സൈഡിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 + x² ഈക്വൽ ടു du ബൈ dx എന്ന് വരും. ആ dx ആണ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. നൗ ഗിവൺ ഇന്റഗ്രൽ എഴുതുക. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? യു.
നെക്സ്റ്റ് ഇത് കണ്ടോ dx/1 + x². ഈ dx/1 + x² പ്ലേസിൽ എന്ത് കൊടുക്കുക? du. സോ ഇന്റഗ്രൽ sin u du. നിങ്ങൾക്കറിയാം sin x ന്റെ ഇന്റഗ്രൽ -cos x. അപ്പൊ sin u ന്റെ എന്തായിരിക്കും? -cos u. -cos u ന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. tan inverse x + c. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. A balloon which always remains spherical has a variable radius. Find the rate at which its volume is increasing with the radius when the latter is 10 centimeter. So ബലൂണിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണണം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് ആകെടുക്കുക, അതെത്രയാണ്? 10 സെന്റിമീറ്റർ ആകുമ്പോൾ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. വോളിയം കാണുന്ന ഫോർമുല, സ്പിയറിന്റെ വോളിയം എന്താണ്? 4/3 πr³. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു r അല്ലെ, വിത്ത് റെസ്പെക്ട് ടു റേഡിയസിനെ ബേസ് ചെയ്താണ് ചേഞ്ച് കാണേണ്ടത്. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു r. അപ്പോൾ v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r dv/dr = 4/3 π കോൺസ്റ്റന്റ് മാറ്റിവെച്ചു. r³ ഡെറിവേറ്റീവ് 3r², x³ 3x². അത്രയേ ഉള്ളൂ. 3 ക്യാൻസൽ ചെയ്തു. r 10 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400 π എന്ന് കിട്ടും. വോളിയം ആയതുകൊണ്ട് യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് പെർ വിത്ത് റെസ്പെക്ട് റേഡിയസ് അല്ലേ, അപ്പൊ സെന്റിമീറ്റർ. യൂണിറ്റ് എഴുതിയില്ല എങ്കിലും കുഴപ്പം ഇല്ല. നെക്സ്റ്റ് റൈറ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dx² - dy/dx² plus cos x = 0. So d²y/dx² which is the highest derivative അല്ലെ, ഇവിടെയുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? ഈ സെക്കൻഡ് ഡെറിവേറ്റീവ്. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഓർഡർ എന്താണ്? 2. അതിന്റെ എക്സ്പോണന്റ്, അതിന്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 1. ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിന്റെ പവർ, ദാറ്റ് ഈസ് കോൾഡ് ഡിഗ്രി. സോ ഡിഗ്രി 1, ഓർഡർ എന്താണ്? 2. നെക്സ്റ്റ് സോൾവ് dy/dx = 1 + x² × 1 + y². ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാൻ വളരെ ഈസിയാണ്. dy ഇവിടെ ഫിക്സ് ചെയ്തു, ആ പ്ലേസിലേക്ക് y ന്റെ ടേം കൊണ്ടുവന്നു. അപ്പോൾ dy/1 + y² = ഈ dx ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1 + x² × dx which is in variable separable form. dy യുടെ കൂടെ y ന്റെ ടേം, dx ന്റെ കൂടെ x ന്റെ ടേം സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ വേരിയബിൾ സെപ്പറബിൾ ഫോം. നൗ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രൽ 1/1 + x² tan inverse x എന്നറിയാം. അപ്പോൾ y ആയതുകൊണ്ട് ആൻസർ tan inverse y = 1 ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x, x² പവർ ഒന്ന് കൂട്ടണം, x³ + c which is the solution of the given differential equation. Question number 8. Find unit vector in the direction of sum of the vectors 2i - 3j + 4k and i + 2j + k. ആദ്യത്തെ വെക്ടർ എ എന്ന് കൊടുക്കുക, രണ്ടാമത്തെ വെക്ടർ ബി എന്ന് കൊടുക്കുക. നമുക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം ഓഫ് ദ വെക്ടർ. അതുകൊണ്ട് എ + ബി കാണുക. ഈ വെക്ടറും ഈ വെക്ടറും ആഡ് ചെയ്യുക. 2iയും iയും ആഡ് ചെയ്താൽ 3i, അടുത്ത ആഡ് ചെയ്താൽ -j, അടുത്ത ആഡ് ചെയ്താൽ 5k. അവ കിട്ടിയത് എ + ബി. നൗ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ + ബി √3 ന്റെ സ്ക്വയർ 9 -1 ന്റെ സ്ക്വയർ +1 5 ന്റെ സ്ക്വയർ 25 ആഡ് ചെയ്താൽ √35. required unit vector = a + b by magnitude of a + b. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്ന് ചോദിച്ചാൽ വെക്ടർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി ക്യൂ എന്ന് ചോദിച്ചാൽ വെക്ടർ പി ക്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യൂ. അപ്പൊ ഇവിടെ എന്ത് വരും? 1 മാഗ്നിറ്റ്യൂഡ് എന്നാണ് √35 ഇൻറ്റു എ + ബി എന്ന് പറയുന്ന ഈ വെക്ടർ അതുപോലെ എഴുതുക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം കുറച്ചുകൂടെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യുന്നത്. Next, answer any 6 questions from 9 to 16. Each carries 4 scores. Question number 9. Find dy/dx if the function x² + xy + y² = 100. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുക, dy/dx കണ്ടെത്തുക. അത് ചെയ്യുന്നതിന് വേണ്ടി ആ ഫംഗ്ഷൻ ഒരിക്കൽ കൂടെ അതുപോലെ എടുത്തെഴുതുക. Then differentiating each term with respect to x. x² ന്റെ ഡെറിവേറ്റീവ് 2x,
എക്സ് ഇൻറ്റു വൈ. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, അതുപോലെ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ, അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് 1 പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ സ്ക്വയറിന്റെ 2y, y ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതുകൊണ്ട് ഇൻറ്റു dy by dx ഇവിടെ കൊടുക്കണം. 100ന്റെ ഡെറിവേറ്റീവ് 0. നെക്സ്റ്റ് ഇവിടെ ഈ രണ്ട് ടേമിലും dy by dx കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ x പ്ലസ് 2y എന്ന് വരും. റിമൈനിങ് ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക, മൈനസ് 2x മൈനസ് y. സോ dy by dx ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. x equal to at square, y equal to 2at. We have to find dy by dx. ഇത് പാരാമെട്രിക് ഫോം ആണ്. സോ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, ഈ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആദ്യം കാണുക, അതായത് dx by dt, a കോൺസ്റ്റന്റ് t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, അതുപോലെ dy by dt 2a, മറ്റു വയ്ക്കുക t യുടെ ഡെറിവേറ്റീവ് 1, അപ്പോൾ dy by dt എന്ത് കിട്ടും? 2a. Now dy by dx കാണുന്ന ഫോർമുല dy by dt by dx by dt, ഇത് by ഇത്. സോ ആൻസർ 1 by t എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Find the intervals in which this function is strictly increasing or strictly decreasing. ഈ ഫംഗ്ഷൻ അതുപോലെ എടുത്തെഴുതുക. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇൻറ്റു 2 6x സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ 2x ഇൻറ്റു -3 -6x, എക്സിന്റെ 1 ഇൻറ്റു ദിസ് 1 അത് തന്നെ. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഈക്വൽ ടു 0. ഒരു 6 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ -x ഈക്വൽ ടു 0. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -1, multiply -6. What are the numbers? -3 and +2. So x -3 into x +2 equal to 0. x -3 equal to 0 എന്ന് പറഞ്ഞാൽ x equal to 3, x equal to -2 എന്ന് രണ്ടാമത് കിട്ടും. So these are the stationary points അല്ലെങ്കിൽ critical points. These points divide the real line into 3 intervals. ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ -∞ മുതൽ -2 വരെ ഒരു ഇന്റർവൽ, -2 മുതൽ 3 വരെ മറ്റൊരു ഇന്റർവൽ, 3 മുതൽ ∞ വരെ മറ്റൊരു ഇന്റർവൽ. So these are the 3 intervals. ഈ ഇന്റർവൽസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ആദ്യത്തെ ഇന്റർവൽ കൺസിഡർ ചെയ്യുക. ഈ ഇന്റർവലിനകത്തുള്ള ഒരു നമ്പർ ആർബിട്രറി ആയിട്ട് എഴുതുക. -2നേക്കാളും ചെറിയ ഒരു നമ്പർ -3, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോസിറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ ദാറ്റ് ഇന്റർവൽ. അടുത്ത ഇന്റർവൽ -2,3, ഈ -2നും 3ക്ക് ഇടയ്ക്കുള്ള ഒരു നമ്പർ 0, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് -36. Therefore the function is strictly decreasing in that interval. നെക്സ്റ്റ് 3,∞, 3യേക്കാളും വലിയൊരു നമ്പർ 4 കൊടുത്തപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? പോസിറ്റീവ്. Therefore function is strictly increasing in that interval. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Find the local maximum and local minimum value of f of x equal to x cube minus 3x. So a function f of x എടുത്തെഴുതുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക 3x സ്ക്വയർ മൈനസ് 3. ദെൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തുക. ഇതിന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു 3 എന്താണ്? 6x. Now ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ക്ക് ഇക്വേറ്റ് ചെയ്യുക. 3x സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0, x സ്ക്വയർ ഈക്വൽ ടു 1, x ഈക്വൽ ടു +or -1. These are the stationary points. ഈ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് 6x, x-ന് 1 കൊടുത്താൽ 6 പോസിറ്റീവ് എന്ന് കിട്ടി. ആ പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് ആ പോയിന്റ് എന്താണ്? ലോക്കൽ മിനിമ എന്ന് പറയും. x ഈക്വൽ ടു 1 ഈസ് എ ലോക്കൽ മിനിമ. ആ പോയിന്റ് എടുത്ത് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ മിനിമം വാല്യൂ കിട്ടും. സോ മിനിമം വാല്യൂ ഈക്വൽ ടു f of 1. ഇവിടെ കൊടുക്കുമ്പോൾ 1 - 3 എന്ത് കിട്ടി? -2. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് x ഈക്വൽ ടു -1, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ -6 നെഗറ്റീവ് എന്ന് കിട്ടി. Therefore x ഈക്വൽ ടു -1 ഈസ് എ ലോക്കൽ മാക്സിമ. സോ മാക്സിമം വാല്യൂ ഈക്വൽ ടു f of -1. ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2. സോ മാക്സിമം വാല്യൂ +2, മിനിമം വാല്യൂ എന്ത് കിട്ടി? -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു log x. ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യണം. ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിപ്പ് റൂൾ ഓർമ്മിക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ് കാണുക. ലിപ്പ് റൂൾ മീൻസ്
ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം, അതിനുശേഷമേ പോളിനോമിയൽ എഴുതാവൂ. അപ്പൊ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഇന്റഗ്രൽ log x into x square. Now by parts will apply ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x ക്യൂബ് ബൈ 3 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 1/x. സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ, അതായത് ഈ സാധനം അതുപോലെ ഇവിടെ എഴുതുക. ദെൻ ഇത് അതുപോലെ എഴുതി മൈനസ് 1/3 പുറത്ത് വന്നു. എക്സ് ക്യൂബ് ബൈ എക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, അതിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. എക്സ് ക്യൂബ് എഴുതി ബൈ 3, ഈ 3യും കൂടെയാണ് 9 എന്ന് എഴുതിയത്. വളരെ സിമ്പിൾ ആണ്. ബൈ പാർട്സ് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നെക്സ്റ്റ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് വന്നാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് പ്രോബ്ലം ആണ്. ഏരിയ ഓഫ് എലിപ്സ്, ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് ദ പരാബോള ബിറ്റ്വീൻ 2 ലൈൻസ്. ഈ 3ൽ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പ് ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയ്ക്കും പബ്ലിക് പരീക്ഷയ്ക്കും ചോദിക്കും. ഇവിടെ ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 ആണ് കണ്ടെത്തേണ്ടത്. ഇതിൽ നിന്ന് y കണ്ടെത്തണം. അതിനുവേണ്ടി സിംപ്ലിഫിക്കേഷൻ y സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25. അടുത്ത് ഈ 9 മേളിൽ വരും 9 ബൈ 25 ഇൻറ്റു ദിസ് വൺ. സോ y സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പോൾ y കാണാൻ ഇതിന്റെ റൂട്ട് 3/5 റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. ഈ എലിപ്സിന്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. നമുക്കറിയാം ഇത് മുതൽ ഇതുവരെ എന്താണ് 5 ആണ്, അതായത് മേജർ ആക്സിസിന്റെ പകുതി അല്ലെ. എ എന്ന് പറയുന്നത് 5 ആണെന്ന് അറിയാം. സോ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടിട്ട് ടോട്ടൽ ഏരിയ കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. അതാണ് ഫോർമുല. എ ടു ബി ഈ റീജിയന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5. സോ ഇന്റഗ്രൽ 0 to 5 വൈ ഡി എക്സ്. 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 5 വൈ എന്ന് പറഞ്ഞാൽ ഇത് 3/5 ഇൻറ്റു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. 4 into 3 12/5 പുറത്തെടുക്കുക. ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. പഠിക്കണം, അത് നിർബന്ധം. അപ്പൊ ഇവിടെ വരും എക്സ് ബൈ 2 ഈ ക്വസ്റ്റ്യൻ അതുപോലെ പ്ലസ് എസ് സ്ക്വയർ ബൈ 2 25/2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എ എന്ന് പറഞ്ഞാൽ 5 ആണ്. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്താൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ലിമിറ്റ് എഴുതുക 0 to 5. ആദ്യം എക്സിന് മൊത്തത്തിൽ എന്ത് കൊടുക്കണം? 5 കൊടുക്കണം, അപ്പർ ലിമിറ്റ്. ഇവിടെ 0 ഇപ്പോൾ ഇവിടെ 25/2 സൈൻ ഇൻവേഴ്സ് 5/5 1 മൈനസ് എക്സിന് 0 കൊടുക്കുക, മൊത്തം എന്തായിപ്പോ 0. സോ ഇവിടെ എന്തിട്ട് 12/5 ഈ 25/2 സൈൻ ഇൻവേഴ്സ് 1 π/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15π എന്ന് കിട്ടും. ഷോർട്ട് കട്ട് ഉണ്ട്. ഏരിയ ഓഫ് എലിപ്സ് കാണുന്ന ഫോർമുല π/AB, A5 B3. സോ 33 into 5 15π എന്ന് കിട്ടും. അഥവാ എന്തെങ്കിലും തെറ്റിപ്പോയാൽ ആൻസർ ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 14. സോൾവ് dy by dx plus y by x equal to x square. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy by dx plus py equal to q. അതാണ് ജനറൽ ഫോം. കമ്പയർ ചെയ്യുമ്പോൾ y യുടെ കൂടെ ഇരിക്കുന്നതാണ് p equal to 1/x. q എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ. സോ p യും q എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുക. e റൈസ് ടു ഇന്റഗ്രൽ p dx. e റൈസ് ടു ഇന്റഗ്രൽ p എന്ന് പറഞ്ഞാൽ 1/x dx. 1/x ന്റെ ഇന്റഗ്രൽ log x. e റൈസ് ടു log x എന്ന് പറഞ്ഞാൽ ആൻസർ x. e റൈസ് ടു log x ക്യൂബ് ആണെങ്കിൽ ആൻസർ എന്ത് കൊടുക്കുക? x ക്യൂബ്. അത്രയേ ഉള്ളൂ. നൗ ലീനിയർ ആണെങ്കിൽ സൊല്യൂഷൻ കാണുന്ന ഫോർമുല y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? x ഈക്വൽ ടു ഇന്റഗ്രൽ q എന്താണ്? x സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x മൾട്ടിപ്ലൈ ബൈ x ക്യൂബ്. ഇന്റഗ്രൽ x ക്യൂബ് എന്ന് പറയുന്നത് x റൈസ് ടു 4/4 പ്ലസ് എന്താണ്? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. നെക്സ്റ്റ് വളരെ സിമ്പിൾ അതേസമയം ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, ദെൻ ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? എ ഡോട്ട് ബി. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ്. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ്? ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെയും പ്ലസ് കെയുടെയും.
അപ്പോൾ 1 into 2 2, അടുത്തത് പ്ലസ് -2 into 4 -8 പ്ലസ് 3 into 6 that is 18. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 12. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് കാണാൻ അറിയാം, റൂട്ട് ഓഫ് ഐന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1 സ്ക്വയർ, ജെയുടെ -2 ന്റെ സ്ക്വയർ 4 പ്ലസ് 3 യുടെ സ്ക്വയർ 9. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റൂട്ട് 14. സിമിലർലി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണുക, റൂട്ട് ഓഫ് 4 പ്ലസ് 16 പ്ലസ് 36 ദാറ്റ് ഈസ് എന്താണ്? റൂട്ട് 56. ആംഗിൾ കാണുന്ന ഫോർമുല cos θ equal to a dot b by magnitude of a into magnitude of b. a dot b എന്തായാലും 12 by root 14 into root 56. ഇത്രയും എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. And the sub question, projection of vector a on b കാണുന്ന ഫോർമുല a dot b by magnitude of b, അതായത് 12 by root 56. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. Question number 16, find angle between these two lines. ഈ രണ്ട് ലൈൻസിനും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടെത്തുക. നേരത്തെ രണ്ട് വെക്ടേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ, ഇവിടെ എന്താണ്? രണ്ട് ലൈൻസ് വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്, ആംഗിൾ കാണണം. ഒന്നാമത്തെ ലൈനില് ഈ ലാംഡയ്ക്ക് ശേഷം വരുന്ന ഈ വെക്ടറാണ് പാരലൽ വെക്ടർ. അതിൽ ഐജെകെയുടെ കോഎഫിഷ്യന്റ്, അതിനെയാണ് ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അത് A1 B1 C1 എന്ന് ഇരിക്കട്ടെ. അപ്പോൾ A1 B1 C1 എന്താണ്? 3 2 6. രണ്ടാമത്തെ ലൈനിലെ ഡയറക്ഷൻ റേഷ്യോ 1 2 2. അതെന്തെന്നിരിക്കട്ടെ? A2 B2 C2, A2 B2 C2 1 2 2, A1 B1 C1 കിട്ടി. എങ്കിൽ ആംഗിൾ കാണുന്ന ഫോർമുല cos θ equal to A1 A2 plus B1 B2 plus C1 C2 by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. ഇത് നോക്കി തന്നെ ഫോർമുല എഴുതാം. എന്നിട്ട് വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? 19/21. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 3 പോയിന്റ് തന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ പോയിന്റ് എന്താന്നിരിക്കട്ടെ? എ ബി സി. 3 പോയിന്റ് തന്നിട്ട് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ആൻഡ് ബി സി പ്രൊപ്പോർഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി കാണുക. 2 പോയിന്റ് ഡയറക്ഷൻ റേഷ്യോ കാണുന്ന ഫോർമുല x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പൊ ഡയറക്ഷൻ റേഷ്യോ എ ബി എന്തായിരിക്കും? -1 -2 -3 -2 -3 -5 1 -4 -3. Now direction ratios of BC. അപ്പൊ 5 -1 6, 8 -2 10, 7 -1 6. ഇത് രണ്ടും എന്താണ്? പ്രൊപ്പോർഷണൽ. കാരണം ഇതിനകത്ത് നിന്ന് ഒരു -2 പുറത്തെടുത്താൽ -3 -5 -3 എന്ന് കിട്ടും. അപ്പൊ രണ്ടും ഒന്ന് മറ്റൊന്നിന്റെ മൾട്ടിപ്പിൾ. Therefore direction ratios of AB and BC are proportional. Therefore the given points are എന്താണ്? collinear. Question number 17. Question number 16 കഴിഞ്ഞു. അതായത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് essay questions. Answer any 3 questions from 17 to 20. Each carries 6 scores. Integrals എന്ന ചാപ്റ്റർ എന്നുള്ള ആദ്യത്തെ essay question. Find integral 1 by root 7 minus 6x minus x square. 1 by quadratic form അല്ലെങ്കിൽ 1 by റൂട്ടിനകത്ത് ക്വാഡ്രാറ്റിക് വന്നാൽ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് +1 ആക്കണം. സോ ഇന്റഗ്രൽ 1 by റൂട്ട് ഓഫ് ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അത് റൂട്ടിന് പുറത്തെടുക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് തന്നെ വെക്കുന്നു. അപ്പോൾ മൈനസ് പുറത്തെടുത്താൽ ഇത് പ്ലസ് എക്സ് സ്ക്വയർ, ഇത് +6x, ഇതെന്ത് കിട്ടും? -7. Then ഇത് അതുപോലെ എഴുതുക. എന്താണ്? ആദ്യത്തെ 2 ടേം എക്സ് സ്ക്വയർ പ്ലസ് 6x, എക്സിന്റെ കോഎഫിഷ്യന്റ് 6, അതിന്റെ പകുതി എത്രയാണ്? 3. അതിന്റെ സ്ക്വയർ എന്താണ്? 9. അത് ആഡ് ചെയ്യുക, then സബ്ട്രാക്ട് ചെയ്യുക. ഈ -7 അതുപോലെ. ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. എങ്കിൽ മൈനസ് ആദ്യത്തെ 3 ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, അടുത്തത് സൈൻ പ്ലസ് 9ന്റെ റൂട്ട് 3, x + 3 ദ ഹോൾ സ്ക്വയർ എന്ന് ആദ്യത്തെ 3 ടേമിനെ എഴുതാം. അടുത്ത -9 -7 -16, 16 4 സ്ക്വയർ. അടുത്ത ഈ മൈനസ് ആൾക്കൊട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആകും, ഇവിടെ മൈനസ് വരും. റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് x + 3 ദ ഹോൾ സ്ക്വയർ. ഇന്റഗ്രൽ 1 by root of s square minus x square എന്ന് പറഞ്ഞാൽ sin inverse x by a ഫോർമുല x + 3 by 4 plus c എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. Next, find integral 0 to pi by 2 sin raised to 3 by 2x by sin raised to 3 by 2x plus cos raised to 3 by 2x dx. ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് ചോദിക്കും.
അപ്പോൾ ലെറ്റ് I ഈക്വൽ ടു ക്വസ്റ്റ്യൻ എഴുതുക. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to a f of x dx എന്നുള്ളതിനെ ഇന്റഗ്രൽ 0 to a f of a minus x എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് മൈനസ് x എന്ന് എഴുതാം. അപ്പൊ ലെറ്റ് I ഈക്വൽ ടു ഗിവൺ ഫംഗ്ഷൻ I ഈക്വൽ ടു ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് π/2 മൈനസ് എക്സ് കൊടുത്തു. ഇവിടെ എക്സിന്റെ പ്ലേസിൽ അത് കൊടുത്തു, ഇവിടെ എക്സിന്റെ പ്ലേസിൽ അത് കൊടുത്തു. നമുക്കറിയാം sin 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇതെന്തായി മാറും? കോസ് റൈസ് ടു 3/2x. ഇതും കോസ് റൈസ് ടു 3/2x. കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്. അപ്പൊ സൈൻ റൈസ് ടു 3/2. ഇത് ഇക്വേഷൻ നമ്പർ 2. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഐയും ആഡ് ചെയ്താൽ 2y. റൈറ്റ് സൈഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കോമൺ ആയിട്ടുള്ളത് ആ ഇന്റഗ്രൽ അതുപോലെ എഴുതി. ഡിനോമിനേറ്റർ ഇത് തന്നെയാണ് ഇവിടെയും, അത് അതുപോലെ എഴുതി. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഇത്. ഇനി ഇവ തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് ഇന്റഗ്രൽ 0 to π/2 1 dx. 1ന്റെ ഇന്റഗ്രൽ x. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π/2. 2i ആണ് π/2. അപ്പൊ i എന്ന് പറയുന്നത് എന്താണ്? π/4. ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ എന്ത് തന്നെയാണ്? π/4. ക്വസ്റ്റ്യൻ നമ്പർ 18 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x dy minus y dx equal to root x square plus y square dx is homogeneous and then solve it. അപ്പൊ ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി തന്നിട്ടുള്ള ഇക്വേഷനെ dy by dx equal to a function of x and y എന്ന ഫോമിൽ എഴുതണം. അതിനുവേണ്ടി ഈ ഇക്വേഷൻ ഒരിക്കൽ കൂടെ അതുപോലെ എടുത്തെഴുതുക. എന്നിട്ട് x dy ഈക്വൽ ടു ഇത് പുറത്ത് വരുമ്പോൾ y dx പ്ലസ് റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ dx. ഇതിനൊരു dx കോമൺ ആയിട്ട് എടുക്കാമല്ലോ, അത് നേരെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ dy by dx, എന്നിട്ട് ഈ x നേരെ താഴെ കൊണ്ടുവരിക. സോ dy by dx ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y, അത് f of x, y എന്ന് കൊടുക്കുക. എന്നിട്ട് ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എക്സിന്റെ പ്ലേസിൽ ലാംഡ എക്സ്, വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ലാംഡ വൈ. ഇവിടെ കൊടുക്കുമ്പോൾ ലാംഡ വൈ പ്ലസ് ഇവിടെ റൂട്ട് ഓഫ് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ ബൈ ലാംഡ എക്സ് ഈക്വൽ ടു ഇവിടെ നിന്ന് ലാംഡ സ്ക്വയർ റൂട്ടിന്റെ പുറത്തിറക്കുമ്പോൾ ലാംഡ, ആ ലാംഡയും ഈ ലാംഡയും കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ സംഗതി എന്ത് തന്നെയായിരിക്കും? എഫ് തന്നെയായിരിക്കും. എഫ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ. എന്നിട്ട് പുട്ട് y ഈക്വൽ ടു dx ആൻഡ് dy by dx ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് v പ്ലസ് x into dv by dx. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഹോമോജീനിയസ് ആണെങ്കിൽ സോൾവ് ചെയ്യണമെങ്കിൽ y ഈക്വൽ ടു vx എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? dy by dx ന്റെ പ്ലേസിൽ ഈ സാധനം v പ്ലസ് x into dv by dx ഈക്വൽ ടു ഇവിടെ y യുടെ സ്ഥാനത്ത് എന്താണ്? vx പ്ലസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, അത് v സ്ക്വയർ x സ്ക്വയർ ബൈ എന്ത് കിട്ടും? x. എന്നിട്ട് സിംപ്ലിഫിക്കേഷൻ നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എക്സ് സ്ക്വയർ എടുത്ത് ഇവിടെ വരും, എക്സ് ആവും. ആ എക്സും ഈ എക്സും കോമൺ ആയിട്ട് പുറത്തെടുത്തു. ആ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്താൽ റൈറ്റ് സൈഡ് പിന്നെ എന്തേ ഉള്ളൂ? വി പ്ലസ് റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ. ഈ പ്ലസ് വിയും ക്യാൻസൽ ചെയ്താൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ. വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വേണ്ടി ഡി വി ബൈ റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ. ഈ ഡി എക്സ് മേളിൽ പോകുന്നു, എക്സ് താഴെ വരുന്നു. രണ്ട് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഫോർമുല ലോഗ് വി പ്ലസ് ഇത് അതുപോലെ റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ എക്സ് ഉള്ളത് ലോഗ് എക്സ് പ്ലസ് എല്ലാം ലോഗിലായതുകൊണ്ട് ലോഗ് സി എന്ന് കൊടുക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി, ലോഗ് സി എക്സ്, രണ്ട് സൈഡിൽ ലോഗ് കളഞ്ഞെഴുതാം. പിന്നെ വിയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുന്നു, y ബൈ എക്സ്. അത്രയും എഴുതിയാൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഈ വർഷം ഉറപ്പായിട്ട് ചോദിക്കും. ഒന്നുകിൽ ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. 100% ഉറപ്പ്. ഇവിടെ ഞാൻ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാവിംഗ് ദ പോയിന്റ്സ് എ ബി സി ആസ് ഇറ്റ്സ് വെർട്ടിസസ്. ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി. എന്താണ്? എ ബി ക്രോസ് എ സി. അപ്പൊ ആദ്യം വെക്ടർ എ ബി കാണണം. എ ബി കാണുന്ന ഫോർമുല ഒ ബി മൈനസ് ഒ എ. ഐയും ഇതാണ്, ഇവ തമ്മിൽ കുറച്ചിട്ട് ഐ കൊടുക്കുക. അടുത്ത സെക്കൻഡ് ടൈം കുറച്ചിട്ട് ജെ കൊടുക്കുക. തേർഡ് ടൈം കുറച്ചിട്ട് കെ കൊടുക്കുക. അപ്പൊ എന്നിട്ട് 0i, അടുത്ത പ്ലസ് 1j, അടുത്ത പ്ലസ് 2k. ആ കിട്ടിയത് എന്താണ്? വെക്ടർ എ ബി. സിമിലർലി വെക്ടർ എ സി കാണുക. എയും സിയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സി മൈനസ് എ അല്ലെ, 2 മൈനസ് 1 1i, അടുത്ത 3 മൈനസ് 1 2j, അടുത്ത 1 മൈനസ് 1 0k. അപ്പൊ എ ബി കിട്ടി, എ സി കിട്ടി. അടുത്ത അവയുടെ വെക്ടർ പ്രോഡക്റ്റ് എ ബി ക്രോസ് എ സി. വെക്ടർ പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ് i j k. എ ബിയുടെ കോഎഫിഷ്യന്റ് 0 1 2 എഴുതി.
എസ് സിയുടേത് 1 2 0 അല്ലെ. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യണം, അറിയാം. ഐ ഇൻറ്റു കോളം കളയുക, റോ കളയുക. ഇത് ഡിറ്റർമിനന്റ് എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. 1 ഇൻറ്റു 0 0 മൈനസ് 2 ഇൻറ്റു 2 4, അപ്പൊ -4. അടുത്തത് ഓപ്പോസിറ്റ് സൈഡ് മൈനസ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന കോളവും റോയും ഹൈഡ് ചെയ്യുക. ബാക്കി 0 to 1 0 ക്രോസ് മൾട്ടിപ്ലൈ 0 - 2 ദാറ്റ് ഈസ് -2 പ്ലസ് തേർഡ് എലമെന്റ് കെ ഇൻറ്റു റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. ഈ നാലെണ്ണത്തിന്റെ ഡിറ്റർമിനന്റ് 0 - 1 ദാറ്റ് ഈസ് -1. അതായത് എ ബി ക്രോസ് എ സി എന്ന് പറയുന്നത് -4i പ്ലസ് 2j - k എന്ന് കിട്ടി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് -4 സ്ക്വയർ 16, രണ്ടിൻ്റെത് +4, അടുത്തത് +1, എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ റൂട്ട് 21. ഏരിയ കാണുന്ന ഫോർമുല തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഹാഫ് ഇൻറ്റു എ ബി ക്രോസ് എ സി ദാറ്റ് ഈസ് റൂട്ട് 21/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദീസ് ടു വെക്ടേഴ്സ്. ഇത് വെക്ടർ എ എന്ന് കൊടുക്കുക, ഇത് വെക്ടർ ബി എന്ന് കൊടുക്കുക അല്ലെ. വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. അപ്പോൾ ആദ്യം എ ക്രോസ് ബി കാണുക. ഡിറ്റർമിനന്റ് ഐ ജെ കെ, ഇതിന്റെ കോഎഫിഷ്യന്റ് 2 1 3 ഫസ്റ്റ് സെക്കൻഡ് റോയിൽ. അടുത്ത 3 5 -2, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. ഐ ഇൻറ്റു കോളം കളയുക, റോ കളയുക. -2 -15 ദാറ്റ് ഈസ് -7. അടുത്ത മൈനസ് ജെ ഇൻറ്റു റോ കളഞ്ഞു, കോളം കളഞ്ഞു. -4 -9 -13. അടുത്ത പ്ലസ് കെ ഇൻറ്റു റോ കളഞ്ഞു, കോളം കളഞ്ഞു. 10 - 3 7. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -17i പ്ലസ് 13j പ്ലസ് 7k. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. റൂട്ട് ഓഫ് ഇവന്റെ സ്ക്വയർ 289, ഇവന്റേത് 169, ഇവന്റേത് 49, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 507. അതിന്റെ റൂട്ടാണ് മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണെങ്കിൽ ഫോർമുല എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എന്ത് കിട്ടും? ഈ വെക്ടർ ബൈ ഇത്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ചോദിച്ചാൽ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അത്തരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും കൂടെ ചെയ്ത് പഠിക്കുക. ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഈ രണ്ട് ലൈൻസും കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തണം. ഇത് ചോദിച്ചില്ല എങ്കിൽ വെക്റ്റർ ഫോമിൽ തന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ. ഇതിൽ രണ്ടിൽ ഒന്നാണ് ഉറപ്പായിട്ട് ചോദിക്കുന്നത്. രണ്ടും ചെയ്ത് പഠിക്കുക. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഷോർട്ട് ക്വസ്റ്റ്യനിലും 2 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഒരു ടൈപ്പ് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അത് കാർട്ടീഷ്യൻ ഫോമാണ്. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് എന്താണ് ഫോർമുല? a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. അപ്പൊ ഇതിനകത്തുള്ള a1 a2 b1 b2 എന്ത് എന്നറിയണം. വെക്ടർ a1 ഒന്നാമത്തെ ലൈനിൽ മേളിലിരിക്കുന്ന സാധനം ഇത് ഓപ്പോസിറ്റ് സൈൻ ഇട്ട് എഴുതുക. അപ്പൊ അത് -1i -1j -1k, അതാണ് നമ്മുടെ വെക്ടർ a1 എന്ന് പറയുന്നത്. എന്താണ് വെക്ടർ a1? -i -j -k. അപ്പൊ വെക്ടർ a2 എന്തായിരിക്കും? രണ്ടാമത്തെ ലൈനിൽ മേളിലിരിക്കുന്ന ഓപ്പോസിറ്റ് സൈൻ 3i + 5j + 7k, 3i + 5j + 7k a2. അപ്പൊ a1 ഉം a2 ഉം കിട്ടി. ഇനി b1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലൈനിന്റെ താഴെ ഇരിക്കുന്ന ij ക്ക് കൊടുത്തെഴുതുക. അതുപോലെ 1i ഇതാണ് b1 7i - 6j + 1k. b2 എന്തായിരിക്കും? 1i - 2j + 1k. അപ്പൊ നമുക്ക് 4 വെക്ടറും കിട്ടി. ഇനി നിങ്ങൾ എന്ത് കാണണം? a2 - a1 ഇവ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 3i - -i 4i, 5j - j 6j, 7k - k 8k. ഇനി b1 ക്രോസ് b2 ഇതിന്റെ വെക്ടർ പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് ijk 7 - 6 1 സെക്കൻഡ് റോയിൽ. അടുത്ത 1 - 2 1. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. i ഇൻറ്റു കോളങ്ങളിൽ ഓവർ ചെയ്യുക. -6 + 2 -4 - j ഇൻറ്റു കളഞ്ഞാൽ 7 - 1 6. അടുത്ത പ്ലസ് k ഇൻറ്റു കോളങ്ങളിൽ ഓവർ ചെയ്യും. -14 + 6 -8 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4i -6j -8k. ഈ കിട്ടിയതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് -4 സ്ക്വയർ 16 -6 36 -8 64 ആഡ് ചെയ്തപ്പോൾ റൂട്ട് 116. ഇനി a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഇതും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ്, അതായത് ഈ വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × -4 -16, 6 × -6 -36, 8 × -8 -64, that is -116. ഫോർമുല എഴുതുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും?
116 by root 116, that is root 116 എന്ന് എഴുതാം. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആക്കി എഴുതുക. അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ which passes through this point and parallel to this line. ഒരു പോയിന്റും ഒരു പാരലൽ വെക്ടർ തന്നാൽ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എന്താണ്? r equal to f plus lambda b. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ട ഇക്വേഷൻ. അതിനുവേണ്ടി x1 y1 z1 എന്താണ്? അത് തന്നിട്ടുള്ള പോയിന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. -2 4 -5. ഇനി എ ബി സി നമുക്ക് കാണേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ, നമുക്ക് കാണേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ റേഷ്യോ 3 5 6 അല്ലെ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ സെയിം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാണേണ്ട ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3 5 6. അതായത് എ ബി സി എന്ന് പറയുന്നത് 3 5 6. ഈ വാല്യൂസ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം റിപ്പീറ്റ് ആയിട്ട് എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി എല്ലാ ചാപ്റ്റേഴ്സും പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. പ്രത്യേകിച്ച് സെക്കൻഡ് ടൈം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എഴുതി പഠിക്കുക.